എവ്രിതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇപ്പം ഈ പറഞ്ഞ ആദ്യം എനിക്ക് തോന്നുന്നു ഡാൻസ് യൂത്ത് ഫെസ്റ്റിവലിൽ ഡാൻസ് കളിച്ച ആ ഒരു ഇതായിരുന്നു ആദ്യം ഒരു ചർച്ചയായത്. അതിന് ശേഷം പിന്നെ അത് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. മറ്റേ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഡാൻസ് കളിച്ചത്, പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയത്, പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ മീ ഓൾ ഓഫ് ഇറ്റ്, ഞാൻ ആദ്യത്തെ ഇത് മുതൽ ഞാൻ പറഞ്ഞത് അതായിരുന്നു. എനിക്ക് ഈ പറഞ്ഞതുപോലെ IAS ആവുന്നതിന് മുൻപും പിൻപും ഒക്കെ എൻ്റെ വ്യക്തിത്വത്തിന് ഒരു ശോഷണം സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ത്രീ ആയതുകൊണ്ടൊരു പരിമിതിയുണ്ടോ എന്ന് ചോദിച്ച പോലെ IAS ആയതുകൊണ്ടൊരു പരിമിതിയുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇല്ല എന്ന് അഭിമാനപൂർവ്വം ഉത്തരം പറയാൻ സാധിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ തലയിൽ കയറിയിട്ടില്ല, ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് എൻ്റെ തലയിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതിനുള്ളൊരു ബേസിക് ടെനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനായിട്ട് നിലകൊള്ളുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഒരു പറ്റം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിച്ചാൽ, ആ കൃത്യത്തിൽ, ആ പ്രവൃത്തിയിൽ, ആ ചേഷ്ടയിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷനിൽ they tend to see themselves. അത്രയേ ഉള്ളൂ. Sometimes they look at it and say, oh, I wish I could have done that. Sometimes they look at it and say, oh, why does she do this? Responses might be different, but ultimately something grabs your attention only because you relate to it at some level. അപ്പം അത് പലരുടെയും കണ്ണുകളിൽ പലതായി ഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ദ കോമൺ ഫാക്ടർ ബീയിങ് ദാറ്റ് people see something of themselves in me, which I think is a big blessing. So എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറ്റാക്ക് മാത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു കാലഘട്ടത്തും. അപ്പം നോംസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളൊരു സൊസൈറ്റിയുടെ ഒരു പിടിവാശിയുമായിക്കൂടെ, നോംസ് ഒക്കെ ഫോളോ ചെയ്ത് പോയാൽ മതി എന്നുള്ളതായിരുന്നു. സോ മേ ബി ഇറ്റ്സ് ബിക്കോസ് യു ഡോണ്ട് അഡിയർ ടു സോഷ്യൽ നോംസ് എന്നുള്ളൊരു സാധനമാകാമല്ലോ. That's happened from time immemorial, right? From Socrates to Plato to now it has happened always. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് വ്യത്യസ്തമായി, എന്നിൽ നിന്നും വ്യത്യസ്തനാണ് നീ, എന്നിൽ നിന്നും വ്യത്യസ്തയാണ് നീ എന്ന് ഞാൻ കാണുമ്പോൾ അത് ഒന്നുകിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ അതിനെ അപലപിക്കാം. 2 ഓപ്ഷനുണ്ട് മനുഷ്യൻ്റെ മുന്നിൽ. അതിൽ ഏതെങ്കിലും ഒന്നും മനുഷ്യൻ ചെയ്യുമല്ലോ. ആൻഡ് എസ്പെഷ്യലി ഇൻ ദി ഇറ ഓഫ് സോഷ്യൽ മീഡിയ, യു ആർ ഓൾവേസ് സോർട്ട് ഓഫ് ഓഡിറ്റർ എന്ന് മാത്രമല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു റെസ്പോണ്ട്. യു ആർ ഓൾവേസ് ഫോഴ്സ് ടു ഫോം ആൻ ഒപ്പീനിയൻ. അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് ഇപ്പോൾ. പണ്ട് ഒരു പക്ഷേ അതില്ലായിരുന്നു. എവിടെയോ നടക്കുന്ന കാര്യം നമുക്കെന്താന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്, ഇഗ്നോർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ യു ആർ ഓൾമോസ്റ്റ് ഫോഴ്സ്ഡ് ടു റെസ്പോണ്ട് ഓർ ടു ഹാവ് എൻ ഒപ്പീനിയൻ ഓൺ എവറിഥിങ് ഇൻ സോഷ്യൽ മീഡിയ. അത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് സംബഡി ഈസ് ആക്ച്വലി ഹോൾഡിങ് യു അറ്റ് ഗൺ പോയിന്റ്, ബട്ട് ആസ് പാർട്ട് ഓഫ് ഒരു ക്രൗഡ് പുള്ളിങ് ഇങ്ങനെ നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ when 10 people are supposed to give opinions, you might have 12 opinions. When 100 people are giving opinions, you will end up having 1000 opinions. So that is a universal law. അപ്പോൾ അത് സംഭവിക്കുകയാണ്. CM-നെ കുറിച്ച് നമ്മൾ പൊതുജനങ്ങളും ബ്യൂറോക്രാറ്റ്സും ഒക്കെ പറയുന്നത് മൂക്കിൻ്റെ തുമ്പത്ത് ചുണ്ടി എന്ത് പറഞ്ഞാലും പുള്ളി വിറച്ചുകൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്നു. എങ്ങനെയായിരുന്നു CM-ഉമായിട്ടുള്ള ഈ കൊല്ലങ്ങളിലുള്ള അടുത്തുള്ളൊരു അനുഭവം? എനിക്ക് ഒരു വലിയൊരു ശക്തിയും ധൈര്യവുമാണ് അദ്ദേഹം. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ നോക്കി ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിട്ടേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ എന്നും
നമ്മൾ വ്യക്തമായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും അത് ഉത്തമ ബോധ്യത്തോടു കൂടി ജനഹിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് തെളിയുമ്പോൾ തീർച്ചയായിട്ടും എന്നും സപ്പോർട്ട്, പിന്തുണ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അന്ന് CM-നെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിന് എതിരെ ഭയങ്കരമായിട്ടൊരു വിമർശനം സ്വാഭാവികമായിട്ടും ഉണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? അതെ അതെ, കേട്ടപ്പോൾ വിഷമമുണ്ടായി, എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ. അത്രയ്ക്ക് അതിനെ വളച്ചൊടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ എൻ്റെ പൂർണ്ണ ബോധ്യത്തിലും അനുഭവത്തിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഒപ്പം ഏതൊരു ഉദ്യോഗസ്ഥയും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും ചെയ്തത് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അവിടെ വിസിലിൻ്റെ MD അല്ല ആളുകൾ കണ്ടത്. അതിലുപരിയായിട്ട് അതിൻ്റെ കീഴോട്ട് പോയി മറ്റെന്തൊക്കെയോ ആളുകൾ കണ്ടു. കുറച്ച് പേരെങ്കിലും കണ്ടു, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, കുറച്ച് പേരെങ്കിലും കണ്ടു. അപ്പം അതിൻ്റെ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നോക്കുമ്പോൾ അതെന്നെ വിഷമിപ്പിച്ചു. അത് ഒരു വ്യക്തിയുടെ നിഴലായി മാത്രം നിൽക്കേണ്ടവളാണ് എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ചിന്ത അതിലൂടെ പ്രതിഫലിച്ചോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് വിഷമമായി. പൊളിറ്റീഷ്യൻ ബ്യൂറോക്രാറ്റ് എന്നുള്ളൊരു കോമ്പിനേഷൻ കേരളത്തിൽ അങ്ങനെ അധികം കാണാത്ത ഒരു കോമ്പിനേഷനാണ്. അത് പ്രൊഫഷണൽ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുകയോ ഡിസഡ്വാൻറ്റേജ് ആവുകയോ ചെയ്തിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്കില്ല. പ്രൊഫഷണൽ ലൈഫിൽ obviously you not come from a family, your husband represents a certain political ideology represent ചെയ്യുന്ന ആളാണ്. താങ്കൾ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് മറ്റൊരു ഐഡിയോളജി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലൊരു ക്ലാഷ് ഓഫ് ഐഡിയാസോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ 2016 എൻ്റെ ആദ്യത്തെ നിയമനം മുതൽ ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. എനിക്ക് നീതിയുക്തമായിട്ടുള്ള അവസരങ്ങളും ചുമതലകളും എൻ്റെ ജോലിയെയും എൻ്റെ കൃത്യനിർവഹണത്തെയും മാത്രം വിലയിരുത്തിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ അതൊരു ബാഹ്യ ഘടകമായിട്ടേ കാണേണ്ടവർ കണ്ടിട്ടുള്ളൂ. സാധാരണ നമ്മളൊരു ലേഡി IAS ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സർട്ടൻ ഇമേജ് ഉണ്ട്. ആ സോക്കോൾ വാർപ്പ് മാതൃകകളെയൊക്കെ പൊളിച്ച ഒരാളാണ് ദിവ്യ. അതൊരു കോൺഷ്യസ് തീരുമാനത്തിന്റെ ഭാഗമാണോ അതോ യു ബീയിങ് യുവർ സെൽഫ് അങ്ങനെയാണ്? ബിക്കോസ് പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന, പോസ്റ്റർ ഇടുന്ന, അങ്ങനെ ഒരു ടോട്ടലി ഡിഫറെന്റ് ഒരു IAS ഓഫീസറാണ്. എങ്ങനെയാണത്? ഞാനായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലായാലും ഞാൻ പണ്ട് തമാശയ്ക്ക് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം IAS ഓഫീസർ ആവുന്നതിന് മുമ്പും ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ കാണാനും പിന്നെ വിമർശിക്കാനും കൈയടിക്കാനും ഒക്കെ വീട്ടിലുള്ള ഒരു 4-5 പേര് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നു ജീവിതത്തിൽ. IAS ഓഫീസറായി എന്ന് പറഞ്ഞപ്പോൾ അത് കുറേ അധികം ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ അവരോട് പറഞ്ഞപ്പോഴും ഇങ്ങനെ കുശുമ്പ് കൂടെ, എനിക്കിപ്പോൾ ഒരു വലിയ കുടുംബമുണ്ട്, ഇപ്പോൾ 4 പേര് മാത്രമല്ല ഇങ്ങനെ. അത്രേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് ശേഷവും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അത് മാറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഗുണവും ദോഷവും എല്ലാം. അപ്പോൾ കേരളം 21ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോഴും ഈ മലയാളി പുരുഷന്മാരിൽ ഒരു വലിയ പങ്ക് സ്ത്രീകളെ ചട്ടം പഠിപ്പിക്കാനായിട്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ പങ്കൊന്നും ഞാൻ പറയില്ല. സി ദാറ്റ്സ് അനദർ തിങ്. നമ്മൾ പിന്നെ പൊതുവേ ദ വോയിസ് ഓഫ് ഡിസെൻറ്റ് is much louder in a democracy. That is a usual state of a democracy, of a healthy democracy, I would say. മെജോറിറ്റേറിയൻ അല്ലാത്ത ഒരു ഹെൽത്തി ഡെമോക്രസി നമ്മൾ നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ എപ്പോഴും വിഭിന്ന അഭിപ്രായങ്ങളുടെ ശബ്ദതരംഗങ്ങൾ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും.
അതുകൊണ്ടാണ് ഈ പറയുന്ന വിമർശനങ്ങൾക്ക് മാധ്യമങ്ങളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു പക്ഷേ കേൾക്കുന്ന ആളുകളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബട്ട് ഐ ആക്റ്റീവ്ലി ട്രൈ ടു ഡിമോളിഷ് ദാറ്റ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് എഫക്ട് മീ. യെസ്, ഓഫ് കോഴ്സ് വെൻ സംബഡി സേസ് ബാഡ് അബൌട്ട് യു, യു ഫീൽ സാഡ്. എന്തിനാണ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, ഞാനിതൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ ചെയ്തത്, ഞാനൊരു പാവമായിട്ട് എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ളുകൊണ്ട് തോന്നുമായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് ജസ്റ്റ് ദറ്റ് കിഡ് ഇൻസൈഡ് മീ. ബട്ട് ആക്റ്റീവ്ലി ഐ ട്രൈ ടു ഒരു റാഷണലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റോ അനാലിസിസോ ഒന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. I don't know how many people positively responded to it, how many people negatively responded to it എന്നുള്ളതിന് എനിക്ക് യാതൊരു തെളിവുമില്ല. But it's just the formula that the voice of the dissent is the loudest in the democracy. So on social media, it is the voice of the critic that is the loudest always. So it's just that principle that doesn't represent the universal truth. ഈ കടുത്ത ഭാഷാ പ്രയോഗങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ്. കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ കടുത്ത ഭാഷാ പ്രയോഗങ്ങളില്ലാതെ പറ്റുമോ? ശബ്ദതരംഗങ്ങൾ മുഴങ്ങിക്കൽ ഭാഷ ഭയങ്കര ഇഷ്ടം. വാക്കുകൾ മാസ്മരിക ലോകമാണ്. അതുകൊണ്ട് കൊച്ചിലെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കില്ലായിരുന്നു തീരെ കുട്ടിയായിരിക്കുമ്പോൾ. ഇപ്പം LP സ്കൂൾ സമയത്തൊക്കെ ചമ്പക്ക്, ഗോകുലം അങ്ങനത്തെയൊക്കെ പുസ്തകങ്ങൾ, അതുപോലെ മലയാളം വീക്ക്ലിയും നമ്മുടെ ബാലരമ അതൊക്കെ വായിക്കും. മറ്റേ ഈ എനിഡ് ബ്ലിറ്റൻ സീരീസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല ആ പ്രായത്തിൽ. പക്ഷെ ആ പ്രായത്തിൽ തന്നെ വീട്ടിൽ പണ്ട് അപ്പൂപ്പൻ്റെ താത്തയുടെ ഒരു ഡിക്ഷണറി ഉണ്ടായിരുന്നു. 1954 സെപ്റ്റംബർ 4 താത്ത വാങ്ങിച്ചതാണ്. അതിൽ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ഞാനിരുന്ന് വായിക്കുമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ പണ്ടത്തെ ബ്രിട്ടീഷ് ഡിക്ഷണറി ആയിരുന്നു അത്. അങ്ങനെ ആ സമയത്തിരുന്ന് ഈ ഡിക്ഷണറി വായിക്കുന്ന ഒരു ഭ്രാന്തുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ കളിയാക്കി കൊല്ലുമായിരുന്നു. ഇത് എന്തിനാ ഈ ചുമ്മായിരുന്നു വാക്കുകൾ വായിക്കുന്നതെന്ന് പറയും. പക്ഷെ രസമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. സംതിങ് കോട്ട് മൈ ഫാൻസി അറ്റ് ദാറ്റ് ഏജ് ഐ തിങ്ക്. പക്ഷെ ഐ മീൻ ഐ എം ജസ്റ്റ് ട്രൈങ് ടു സേ, അന്ന് മുതലേ വാക്കുകളോടൊരു പ്രണയം തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ തുടരുകയാണ്. വെല്ലൂർ പോയപ്പോൾ കുറച്ചുകൂടെ തമിഴ് ഭാഷ നന്നായിട്ട് പഠിച്ചു. ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് തമിഴും മലയാളമൊക്കെ കലർന്നിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തമിഴ് പഠിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് 10 വർഷം ഞാൻ മലയാളം ഉപയോഗിച്ചിട്ടേ ഇല്ല. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വെല്ലൂരിലേക്ക് പോയി. വെല്ലൂരിൽ പോയിട്ട് അവിടെ തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമാണ്. മലയാളം ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല ഒരിക്കലും. ഏതെങ്കിലും മലയാളിയായിട്ടുള്ള ഒരു പേഷ്യൻ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെല്ലൂർ കഴിഞ്ഞ് തിരിച്ച് വന്ന് ട്രെയിനിങ് സമയത്തുമൊക്കെ മറ്റ് ഭാഷകളാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കോട്ടയത്തെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് പരിശീലനത്തിന് വന്ന ആ സമയത്താണ് ഞാൻ വീണ്ടും മലയാള ഭാഷയിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം. ഒരു കലാകാരി കൂടിയാണ്. ഡാൻസും പാട്ടും ഒക്കെ അറിയുന്ന ഒരാൾ. അത് പഠിക്കുന്നുണ്ടോ ഇപ്പോൾ? സമയം പഠിക്കുന്നുണ്ടോ? പാട്ടോ ഡാൻസോ പഠിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. ഇപ്പം അങ്ങനെ സ്ഥിരമായിട്ടൊരു കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നുള്ളതില്ല. ഇടയ്ക്കിപ്പോൾ പത്തനംതിട്ടയിലുണ്ടായിരുന്നപ്പോൾ കഥകളി പഠിക്കുന്നുണ്ടായിരുന്നു, അയിരൂർ കഥകളി ഗ്രാമത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് അവിടെ ഒരു കഥകളി ഉത്തര സ്വയംവരം ചെയ്തത്. അതല്ലാതെ പാട്ടിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ സ്ഥായിയായിട്ട് പഠിക്കുന്നില്ല.